ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളെ തയ്യാറാക്കുന്നത് തട്ടുകട സ്പെഷ്യലായിട്ടുള്ള ഉണ്ടംപൊരിയാണ്. വളരെ സോഫ്റ്റായിട്ട്, വളരെ രുചികരമായിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടംപൊരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഉണ്ടംപൊരി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഒരു ബോളിലേക്ക് ചേർക്കാം. കൂടെ ഇതിനോടൊപ്പം വേണ്ടത് 1/2 കപ്പ് അളവിൽ മൈദാ മാവും കൂടിയാണ്. ആകെ 2 കപ്പ് മാവിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദാ മാവും ആവശ്യമായിട്ടുണ്ട്. എല്ലാം ഗോതമ്പ് പൊടിയിൽ തന്നെ 2 കപ്പ് അളവിലും ഗോതമ്പ് പൊടിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പക്ഷേ ആ ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഫ്രണ്ടിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിനോടൊപ്പം ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മാവെല്ലാം ഒരുപോലെ ഒന്ന് യോജിക്കുന്നത് പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ചെറുപഴം ചേർക്കാം. പാളയംകുളം പഴമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മൈസൂർ പഴം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. വേറെ പഴങ്ങളൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടിയാണ്. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര ഇങ്ങനെ കല്ലും പൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചേർക്കാം. അതല്ല ഇച്ചിരി കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് അരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ശർക്കര ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി അരിച്ചാണ് കേട്ടോ ചേർക്കുന്നത്. ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം ചേർക്കാനായിട്ട്, നല്ല തിളയ്ക്കുന്ന ചൂടോട് കൂടി ചേർക്കരുത്. അപ്പോൾ ശർക്കരയ്ക്ക് പകരം നമുക്കിതിലേക്ക് പഞ്ചസാരയും ചേർക്കാവുന്നതാണ് 1/4 കപ്പ് അളവിൽ. പക്ഷേ പഞ്ചസാരയേക്കാളും കൂടുതൽ ടേസ്റ്റ് എപ്പോഴും ശർക്കരയിൽ തയ്യാറാക്കുമ്പോഴാണ്. പിന്നെ ഇനി വേണ്ടത് ചിരകിയ തേങ്ങയാണ്. 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഈ ചിരകിയ തേങ്ങയ്ക്ക് പകരം നമുക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. അത് മാവിലേക്ക് വേണം കേട്ടോ ചേർക്കാനായിട്ട്, ഇതിൻ്റെ കൂടെ ചേർക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കായാണ്. 3 ഏലക്കായുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്ത ഈ പഴത്തിൻ്റെ മിക്സ് നമുക്ക് മാവിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ആദ്യം നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം എക്സ്ട്രാ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ട് വരും. ആദ്യം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് വരവില്ലേ, അതുപോലെ അത്രയും കട്ടി വേണ്ട, ഇച്ചിരി കുഴഞ്ഞ മട്ടിൽ വേണം നമ്മൾ ഒന്ന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് നമ്മുടെ മാവൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം കേട്ടോ മാവ് ഉണ്ടാകാനായിട്ട്. അതായത് ഒരുപാട് ലൂസായി പോകരുത്, തീരെ കട്ടിയായിട്ടും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് മാവൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് പൊരിച്ചു തുടങ്ങാവുന്നതാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിലേക്ക് ഒരു അല്പം വെള്ളം നനച്ചിട്ട് നമ്മൾ മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ ആവശ്യമായിട്ടുള്ള മാവ് കയ്യിലേക്ക് എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ബോൾ പോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് ചെറിയ ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ ആദ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. എന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇടാനായിട്ട്. കാരണം ഇതിന് ഉൾഭാഗം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാൻ. അത്യാവശ്യം വലിയ ഉരുളകളായിട്ടാണ് ഞാനിപ്പോൾ മാവ് എണ്ണയിലേക്ക് ഇട്ടുന്നത്. അതിൻ്റെ പേരിൽ കുറച്ചധികം എണ്ണയിലാണ് ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ കുറഞ്ഞ അളവിൽ എണ്ണ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതുപോലെ നമ്മുടെ ഉണ്ടംപൊരി തയ്യാറാക്കാവുന്നതാണ്. ഉണ്ടംപൊരി എന്നും പറയും, കായപ്പം എന്ന് പറയും, അതുപോലെ ഉണ്ടക്കായ എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പഴക്കേക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ പറഞ്ഞ അളവുകളോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വിള്ളലുണ്ടാവാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഉണ്ടംപൊരി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇതിന് ഉൾഭാഗത്തുള്ള മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഉണ്ടംപൊരിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്.
നമ്മുടെ ഈ ഉണ്ടപ്പൊരിയുടെ പുറം ഭാഗം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകണം. അതുവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അത് ഇത്രയും വലുതാക്കി നമ്മൾ ഇടുന്നതിൻ്റെ പേരിലാണ് ആ വേകുന്നതിന് കുറച്ച് സമയം വേണ്ടി വരുന്നത്. ചെറിയ ചെറിയ ഉരുളകളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ബാക്കിയുള്ള 2 ഉണ്ടംപൊരി നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ചായക്കടകളിൽ മാത്രം കിട്ടുന്ന ഉണ്ടംപൊരി നമുക്ക് വീട്ടിലും വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒട്ടുമേ പുറം ഭാഗത്തൊന്നും വിള്ളലില്ലാതെ വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഉണ്ടംപൊരി കിട്ടുന്നത്. വളരെ കുറഞ്ഞ ചേരുവ മാത്രമല്ലേ ആവശ്യമുള്ളൂ. വീട്ടിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടംപൊരി ഇന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.